ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മലേഷ്യ വ്ളോഗ് പാർട്ട് 5. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ്. നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിൽ നിന്ന് പോയ സ്പേസസ് ഒക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൂടുതലും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, അവിടെ വെച്ച് ഡയറക്റ്റ് എടുത്ത ഓഡിയോസാണ്. സോ കുറച്ച് ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടാവും, ബെയർ വിത്ത് മീ. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്ത്യൻ ഫുഡാണ്, നമ്മുടെ ആലു മട്ടർ പനീർ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് നമ്മളോട് ഒരു 15 മിനിറ്റ്സിനകത്ത് അസംബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റീകോയുടെ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ കയറി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇന്നല്ലാണ്ട് ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ടയേർഡായി. റൂമിൽ പോയി ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇനിയും നമുക്കൊരു സൈറ്റ് കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, പക്ഷെ ഞാൻ വാങ്ങത്തില്ല. അങ്ങനെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ സ്കൈ ഹെവനോട് റൂഫ് ടോപ്പിൽ വന്നടാ. ഈ കാണുന്ന കേബിൾ കാഴ്സിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോട്ടിരിക്കുന്നത്. ഇത്രയും ഹൈറ്റിൽ ഈ പോകുന്ന സേതുരാമയർ CBI ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മാത്സ് ടീച്ചറാണ്. പുള്ളിക്കാരി ഭയങ്കര വൈബാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര മോട്ടിവേറ്റിംഗ്, അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വിഷൻ കാണാനായിട്ട് വന്നതാണ്. ആ മഞ്ഞും സത്യം പറഞ്ഞാൽ കാറ്റും, ഭയങ്കര മഞ്ഞും ഭയങ്കര കാറ്റും. നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ തന്നെ ഒരു അല്പം ദൂരോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പോയി. എൻ്റെ മുഖത്ത് തന്നെ എൻ്റെ വേദനയുണ്ട്. എൻ്റെ കാലൊട്ടും വയ്യായിരുന്നു. ഇന്ന് ഒരുപാട് നടന്നു. അങ്ങനെ കാല് നല്ല പെയിനായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ചെന്ന് ഇരുന്നാൽ മതി, അല്ലെ ബസ്സിൽ കയറിയാൽ മതി. സോ ലാസ്റ്റ് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് റീൽസൊക്കെ അവരെടുത്തു. ഞാനൊരു സൈഡിലങ്ങ് ഇരുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ ഗണ്ടോലയിൽ വന്നു. തിരിച്ച് താഴെ നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റേഷനിലേക്ക് പോകണം. അതായത് ഈ മല ഇറങ്ങണം, നമ്മൾ കയറിയ മല. ഈ സൈഡിലുള്ള ഒരു നമ്മുടെ പാത്വേ പോലെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബൈ റോഡ് ജെൻഡിങ് ഹൈലാൻഡ്സ് ഇറങ്ങാനായിട്ടാണ്. ബൈ റോഡ് ബൈ സ്റ്റേഴ്സ് ഒക്കെ അവിടെ പോകാം. നമ്മൾ ഈസി കൺവീനിയൻറ്റ് മെത്തേഡാണ് ഈ ഒരു ഗണ്ടോള. അപ്പോൾ ഓരോ ചെറിയ സ്ഥലത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. നല്ല കയറ്റം നല്ല ഇറക്കമൊക്കെ വരുമ്പോൾ അവരൊന്ന് ഹോൾട്ട് ചെയ്യും. ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേബിൾ കാർ സ്റ്റക്കായിരുന്നു, കറണ്ട് പോയിട്ട് എന്തോ സ്റ്റക്കായി. ആൻഡ് ഈ ഒരു പ്രിസിഷൻ ഓഫ് എൻജിനീയറിംഗ് കാണുമ്പോഴാണ് എന്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള, എന്ത് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വലിയ വലിയ ബിൽഡിങ്സാണ് ഈ മലയുടെ ഒക്കെ മണ്ടയിൽ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോയ അതേ വൈബിൽ നമ്മൾ ആ ഗണ്ടോലയിൽ വരികയാണ്. അപ്പോൾ ബാക്കിൽ വന്ന അതിനകത്ത് ക്യാബിനകത്ത് നമ്മുടെ ബാക്കി ടീംമേറ്റ്സ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് 10-12 പേരാണ്. നമ്മുടെ കൂടെ വേറൊരു 2 ടീമിലെ ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നേരെ അവർ നമ്മളൊരു ഷോപ്പിംഗ് സ്പോട്ടിൽ കൊണ്ടുപോയത്. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നവരുടെ കമ്മീഷൻ്റെ സംതിങ് ആണ്. അപ്പം അത്യാവശ്യത്തിന് റേറ്റൊക്കെ ഉള്ള സാധനങ്ങളാണ്. വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം എന്ന രീതിയിൽ അവരവിടെ കൊണ്ടുപോയതാണ്. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ടി ബാട്ടു കേവ്സ് ആയിരുന്നു. സോ ആഫ്റ്റർ ലഞ്ചാണ് നമ്മൾ പോയത്. ഞാൻ പറഞ്ഞ പോലെ വയ്യാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ബട്ട് ദിസ് ഈസ് എ മാഗ്നിഫിഷ്യൻറ്റ് സ്ട്രക്ചർ. എനിക്കത് കണ്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വൗ ഫീൽ ചെയ്യുന്ന, ഇത്രയും വലിയ വലിയ പ്രതിമകളും അതും ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കാർവ് ചെയ്തിട്ടുണ്ട്. ഗുഹക്ഷേത്രങ്ങൾ പോലെയാണ്, കേവ്സ് ആണ്. എൻ്റെ ഒരു വിഷമം ഈ ഒരു 272 സ്റ്റെപ്സ് എനിക്ക് കയറാൻ പറ്റി. 272 252 എന്നാണ്. റെയിൻബോ കളേർഡ് സ്റ്റെപ്സ് ആണ്. എനിക്ക് കാല് അത്രയ്ക്ക് വയ്യായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. ആ ഒരു റിഗ്രറ്റ് മാത്രമേ എനിക്കുള്ളൂ. ബിക്കോസ് മൈ ഹെൽത്ത് ഡിഡ്ന്റ് അലൗ മീ. അതുകൊണ്ട് ഞങ്ങൾ താഴെ വന്നിരുന്നത്. അങ്ങനെ കാലും കൈയും നടുവൊക്കെ വയ്യാത്ത കുറച്ച് പേര് താഴെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരു ടീ ഷോപ്പിൽ വന്ന് ടീ കുടിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. റൂം ടൂർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ പോണ വഴിക്ക് ഇവിടെയും കൂടെ വന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാക്കിൽ അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് കൊലാലംപൂർ ടവറാണ്, KL ടവർ. നമ്മൾ നെക്സ്റ്റ് ഡേ അവിടെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹൈറ്റുള്ള, അതിനകത്ത് കളറൊക്കെ മാറും, കാണാൻ നല്ല രസമാണ്. അതിനകത്ത് ഫങ്ഷനിങ് ഒക്കെ ഉണ്ട്. 5 ഫ്ലോർസ് എന്തോ ആണ്, നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ കാണുന്ന പോലത്തെ. ഫുഡ് കഴിക്കാൻ പോവാം. ഇന്നലെ കഴിച്ച ഹോട്ടലിൽ തന്നെയാണ് ഇന്നും ഫുഡ്. പോയിട്ട് വരാം. ആ കാണുന്നതാണ് ഇതോ അവിടെ, അതാണ് നമ്മുടെ ഹോട്ടൽ. അവിടെ പോകണം. നമ്മുടെ 4 ഡേ കൊലാലംപൂർ ട്രിപ്പിൻ്റെ അല്ലെ മലേഷ്യ ട്രിപ്പിൻ്റെ നമ്മുടെ സ്റ്റേ എല്ലാം ഈ ഹോട്ടലിൽ തന്നെയാണ്. നമ്മൾ വേറെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് റൂം ടൂറ് ഒന്ന് കാണാം. നമ്മൾ ഡബിൾ ഷെയറിംഗ് ആയിട്ടുള്ള റൂംസാണ് നമുക്കുള്ളത്. പിന്നെ ഒരു റൂമിൽ മാത്രം ഒരു 3 ഷെയറിംഗ് വരുന്നുണ്ട്. അത് ആളുകളുടെ ഇതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഡബിൾ ഷെയറിങ്ങിൽ 2 സെപ്പറേറ്റ് ബെഡ്സാണ് വരുന്നത്. ഞാനത് റൂം ടൂറിൽ കാണിച്ചു തരാം. സോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഫുൾ മിററാണ്. കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു മിററാണിത്. ഇത്രയും ഹൈറ്റ് ഉണ്ട്.
ബെഡ്റൂമാണ്. ആസ് ഓൾറെഡി സെഡ്. ഞങ്ങളൊരു തവണ വന്ന് കിടന്ന് പോയതാണ് കേട്ടോ. 2 ബെഡ്റൂമുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്തൊന്നും ഐ തിങ്ക് ഒന്നുമില്ല. ഫ്രിഡ്ജൊക്കെ കാലിയാണ്. ഞങ്ങളുടെ ലഗേജ് എല്ലാം ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 2 പേർക്ക് കുടിക്കാനുള്ള കോഫിയും ലിപ്റ്റൻ്റെ ഈ നെസ്കഫേയുടെ ഇതൊക്കെ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. ആൻഡ് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എത്ര ഫോട്ടോ എടുത്തിട്ടും ബട്ടു കേവ്സിൻ്റെ അവിടുത്തെ അത് മതിയായിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിപ്പിലെ കുറച്ച് ഫോട്ടോസും. ഇതാണ് നമ്മുടെ ഗൈഡ്. ഞാൻ നമ്മുടെ ട്രാവൽ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ അടയ്ക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.